നൊയമ്പുകാലം 4-ാം വാരം ഞായർ. തിരുവചനം: എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാം തിരുവചനം. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നേഹമുള്ള അപ്പൻ്റെ ഉപമ, അതായത് പണ്ട് മുതലേ നാം കേട്ടിരുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയാണ് നാം കേട്ടത്. ഇളയ മകൻ മാനസാന്തരപ്പെട്ടപ്പോൾ മൂത്ത മകൻ്റെ സമീപനം ആശാവഹമല്ല. പിതാവിനോടൊപ്പം വയലിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. പിതാവിൻ്റെ ആജ്ഞകളൊന്നും ലംഘിക്കാതെ പിതാവിനെ അനുസരിച്ച് ജോലി ചെയ്തു. എന്നാൽ വഴിതെറ്റിപ്പോയ സ്വന്തം സഹോദരനോട് ക്ഷമിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ബാഹ്യമായി അനുസരണമുള്ളവനാണ്, എന്നാൽ ഹൃദയത്തിൽ എതിർപ്പാണ്, അമർഷമാണ്, കോപമാണ്. അപ്പന് വഴിതെറ്റിയ മകനോടുള്ള സ്നേഹം മനസ്സിലാക്കുവാൻ അവന് സാധിക്കുന്നില്ല. സ്വന്തം സഹോദരൻ അനുരഞ്ജനപ്പെട്ടു വന്നപ്പോൾ അപ്പൻ അനുഭവിച്ച സന്തോഷത്തിൽ പങ്കുചേരുവാനും അവന് സാധിച്ചില്ല. മൂത്ത മകൻ അറിയാതെ പോയത് നമ്മുടെ പാപത്തിന് അതീതമാണ് ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും അനുഗ്രഹവും. അതിനാലാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിനേക്കാൾ വർദ്ധിച്ചു. വിശുദ്ധ പൗലോസ് നൽകുന്ന ഉറപ്പ്, നാം എത്രമാത്രം ബലഹീനരാണെങ്കിലും നമുക്ക് അവിടുത്തെ കൃപ മതി. ഇളയ മകൻ ധൂർത്തപുത്രന് ആ കൃപ ലഭിച്ചു.